ഹായ് ഹലോ എല്ലാവർക്കും കൃഷിലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളൊക്കെ പച്ചക്കറികളും അതുപോലെ പഴവർഗ്ഗ ചെടികളും ഒക്കെ കൃഷി ചെയ്യുന്നവരാണ്. അപ്പോൾ കൃഷി ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല റിസൾട്ട് കിട്ടുന്നില്ല. അതായത് ഇലകളുടെയൊക്കെ പുതിയ ഇലകൾ വരുന്നതൊക്കെ ബ്രൗൺ നിറത്തിലാകുന്നു, അല്ലെങ്കിൽ കരിഞ്ഞു പോകുന്നു. അതുപോലെ തന്നെ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നു. പേരയൊക്കെ വെച്ചിട്ട് പലരുടെയും എൻ്റെയും പൂക്കൾ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പൂക്കൾ കൊഴിഞ്ഞു പോകുക, അല്ലെങ്കിൽ കായ്കളുണ്ടായിട്ട് വേണ്ടത്ര വലിപ്പം കിട്ടുന്നില്ല. ഇതെല്ലാം എന്തുകൊണ്ടാണ്, അതിനുള്ള ഒരു പരിഹാരം എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതുപോലെ പപ്പയൊക്കെ നട്ടിട്ടുള്ളവർക്കറിയാം, പപ്പയുടെ പുതിയ ഇലകളൊക്കെ വരണത് വല്ലാതെ മുരടിച്ച് ഒക്കെ പോകുന്നുണ്ടല്ലേ. അപ്പോൾ അതിനെല്ലാം കാരണമെന്ന് പറയുന്നത്, നല്ല രീതിയിൽ നമ്മൾ വളമൊക്കെ ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെടി പുതിയൊരു പ്ലാന്റ് ചെയ്യുന്നത്. എന്നിട്ട് പോലും അതിന് ഓരോ പ്രശ്നങ്ങളെന്ന് പറയുന്നത് ശരിയായ രീതിയിൽ ഈ വളം വലിച്ചെടുക്കാനായിട്ട് നമ്മുടെ ചെടികൾക്ക് സാധിക്കുന്നില്ല. അപ്പോൾ സൂക്ഷ്മ മൂലകങ്ങളുടെ അഭാവം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഒന്നാമത് മഴയൊക്കെ പെയ്ത് നമ്മുടെ ജൈവാംശമുള്ള മണ്ണൊക്കെ ഒലിച്ചു പോയിട്ടുണ്ടാകും. ആ ഒരു അവസ്ഥയിലൊക്കെ നമ്മൾ തീർച്ചയായിട്ടും സൂക്ഷ്മ മൂലകങ്ങൾ, മൈക്രോ ന്യൂട്രിയൻസ് നമ്മുടെ ചെടികൾക്ക് അത്യാവശ്യമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. മൈക്രോ ഗോൾഡ് എന്ന് പറയുന്ന മൈക്രോ ന്യൂട്രിയൻ്റാണ് നമ്മളിവിടെ വാങ്ങിച്ചിരിക്കുന്നത്. ചെടികൾക്ക് ആവശ്യമുള്ള പ്രധാന മൂലകങ്ങൾ നമുക്ക് സാധാരണ നമ്മുടെ വളങ്ങൾ, രാസവളം അല്ലെങ്കിൽ ജൈവവളത്തിലൂടെയാണ് കിട്ടുന്നത്. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവയാണ്. ഉപപ്രധാന മൂലകങ്ങളായിട്ട് വരുന്ന കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ. ഇത് പ്രധാന മൂലകങ്ങളുടെ അത്ര ആവശ്യമുള്ളതല്ല. പിന്നെ അടുത്തതായിട്ട് വരുന്നതാണ് സൂക്ഷ്മ മൂലകങ്ങൾ. ഇത് വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് വിളകൾക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതിൻ്റെ അഭാവം നമ്മൾ ചെടികളിൽ കാണുകയാണെങ്കിൽ നമുക്ക് ഇട്ടുകൊടുക്കേണ്ടത് ആവശ്യമാണ്. ഇരുമ്പ്, ബോറോൺ, സിങ്ക്, നിക്കൽ, മാംഗനീസ്, ചെമ്പ്, ക്ലോറിൻ, കോബാൾട്ട് തുടങ്ങിയവയാണ് ഈ പറയുന്ന സൂക്ഷ്മ മൂലകങ്ങൾ. മഴയുള്ള ദിവസമായതുകൊണ്ട് നമ്മൾ 10 ഗ്രാം ഒരു ഗ്രോ ബാഗിന് അല്ലെങ്കിൽ ഡ്രമ്മിലേക്കെന്നുള്ള അളവിന് ഒരു ചെടിക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇലകളിൽ തളിച്ചും കൊടുക്കാം. ഇലകളിൽ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് രാവിലെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. മണ്ണിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അങ്ങനെ ഒഴിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ മഴയില്ലാത്ത സമയത്താണെങ്കിൽ നമ്മൾ ഇതുപോലെ പൊടി രൂപത്തിൽ തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ ഈ ഇതിട്ടതിന് ശേഷം തടമൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുക്കാത്ത കാര്യം നല്ല നനവുള്ളത് കൊണ്ടാണ്, മഴ ദിവസമായതുകൊണ്ടാണ്. ഇത് നമുക്ക് 21 ദിവസത്തിലൊരിക്കൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അളവ് ഒരിക്കലും കൂടി പോകരുത് എന്നുള്ളതാണ് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ പല ബ്രാൻഡുകളും മൈക്രോ ന്യൂട്രിയൻസ് അവൈലബിൾ ആണ്. ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനും പ്രത്യേകം മൈക്രോ ന്യൂട്രിയൻസും ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ ചോദിച്ച് വാങ്ങുക. അപ്പോൾ നമ്മൾ സൂക്ഷ്മ മൂലകങ്ങൾ, മൈക്രോ ന്യൂട്രിയൻസ് ഇടുന്നതിന് ഒരു 15-20 ദിവസം മുമ്പ് തന്നെ കുമ്മായം ചേർത്ത് കൊടുത്തിരുന്നു. അപ്പോൾ സൂക്ഷ്മ മൂലകങ്ങൾ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, കാൽസ്യം കുറവുണ്ടെങ്കിലും ചെടികൾക്ക് പ്രോബ്ലം വരാം. കാൽസ്യത്തിൻ്റെ കുറവ് വന്നാൽ ചെടിയുടെ കോശങ്ങൾക്ക് ശക്തി ഉണ്ടാവില്ല. അങ്ങനെയുള്ള അവസരങ്ങളിലും ഈ പേര പോലുള്ള ചെടികളൊക്കെ കായ കൊഴിക്കാനായിട്ട് അല്ലെങ്കിൽ പൂക്കളുണ്ടായിട്ട് അത് കൊഴിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. കാൽസ്യം ആവശ്യത്തിന് ലഭ്യമായില്ലെങ്കിൽ പല മൂലകങ്ങളും ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റില്ല. കുമ്മായം അഥവാ ഡോളോമേറ്റ് സസ്യങ്ങൾക്ക് നൽകേണ്ടത് അതുകൊണ്ട് തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. 50 ലിറ്ററിൻ്റെ ഡ്രം ആണെങ്കിൽ ഒരു 100 ഗ്രാം ഡോളോമേറ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഡോളോമേറ്റാണ് നൽകുന്നതെങ്കിൽ അന്ന് തന്നെ നമുക്ക് മൈക്രോ ന്യൂട്രിയൻസും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ മൈക്രോ ന്യൂട്രിയൻസ് വാങ്ങിക്കുമ്പോൾ മാക്സിമം കമ്പോണൻസ് ഉള്ള മൈക്രോ ന്യൂട്രിയൻസ് നോക്കി വാങ്ങിക്കുക. ഇപ്പം നമ്മളുടെ റംബുട്ടാനാണിത്. ഇതിന് ഒരു ഉഷാറില്ല, വളമൊക്കെ ധാരാളം കൊടുക്കണത്, പക്ഷേ ആൾ നല്ല ഉഷാറിൽ കാര്യങ്ങളിൽ വന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ മൈക്രോ ന്യൂട്രിയൻ്റ് ഇട്ട് കൊടുക്കാൻ പോവാണ്. അതുപോലെ തന്നെ ഈ റംബുട്ടാന് ഭയങ്കര കരിച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കഴിഞ്ഞ ഇയറിൽ. അപ്പോൾ നമ്മൾ ഒരുപാട് വളം കൊടുത്തു, പലതും ചെയ്തു നോക്കി, എന്നിട്ടും അത് അത്ര ക്ലിയറായിട്ട് കിട്ടിയില്ല. നമ്മൾ മൈക്രോ ന്യൂട്രിയൻ്റ് ഇട്ട് കൊടുത്തപ്പോൾ ഇപ്പം നല്ല ഉഷാറിൽ, നല്ല പച്ച കളറിൽ, ഒരു കരിച്ചിലും ഇല്ല, ഒന്നുമില്ല, അതൊക്കെ നല്ല ഉഷാറിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഈ റംബുട്ടാന് നമ്മൾ അന്ന് ഇട്ടില്ലായിരുന്നു അല്ലേ, ഇട്ട് കൊടുത്തില്ല. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്കിത് എന്ത് പരുവത്തിലേക്ക് വരുമെന്ന് നോക്കാം. നമ്മൾ ഈ തണ്ടിനോട് ചേർന്നല്ല ഇടുന്നത്, ഒരല്പം അകത്തിയിട്ടാണ് ഇടുന്നത് അല്ലേ. നമ്മൾ എന്ത് വളവും കടക്കെ മുട്ടിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ വേരുകൾ മാറിയല്ലേ നിൽക്കണേ.
അപ്പോൾ നമ്മുടെ വീട്ടിലെ പേര കായ്ച്ചതിൻ്റെ സന്തോഷം കൂടി പങ്കുവയ്ക്കുന്നുണ്ട്. വീടിനോട് ചേർന്നായതുകൊണ്ട് നമ്മൾ ഒരുപാട് വളമൊന്നും ഇട്ട് കൊടുക്കാൻ നമുക്ക് പറ്റുന്ന ഒരവസ്ഥയല്ലായിരുന്നു, തൊട്ടടുത്തായതുകൊണ്ട് തന്നെ. പറമ്പിലെ പേരക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ആവശ്യത്തിന് വളമിട്ട് കൊടുക്കുകയും നന്നായിട്ടുണ്ടാകുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് സൗത്ത് ഇന്ത്യൻ അഗ്രോ ഫാം ചേർത്തലയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. പേരയ്ക്ക അടിപൊളിയാണ്, നല്ല വലിപ്പമൊക്കെ ഉള്ള പേരയ്ക്കയാണ്. നമുക്കൊരു 5-6 പേരയ്ക്ക ഓൾറെഡി നമ്മൾ പറിച്ചു കഴിഞ്ഞു, ഇനിയും പറിക്കാനായിട്ട് പേരമരത്തെ കിടപ്പുണ്ട്. വളരെ ഹാപ്പിയായി. അപ്പം ഞങ്ങളുടെ പേരയ്ക്ക ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ. പക്ഷെ നമ്മൾ ഡ്രമ്മിലെ പേര കായ്ക്കുന്നില്ല, പൂക്കളുണ്ടായിട്ട് കൊഴിഞ്ഞു പോകുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് അതിന് കൊടുക്കണമെന്ന് ഒരു വിചാരമൊക്കെ വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾ മൈക്രോ ന്യൂട്രിയൻസ് ഉപയോഗിക്കുന്നവരാണോ ചെടികൾക്ക് എന്നുള്ള കാര്യമൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്ന് കൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.